തിരുവനന്തപുരം നഗരത്തിൽ വിലസിയ ഒരു കാട്ടുപന്നി. പേട്ട ഭഗത് സിംഗ് റോഡിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടുപന്നി എത്തിയത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. പേട്ടയിലെ കാട്ടുപന്നിയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. റോഡിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അവിടെയും നേരത്തെ കാട്ടുപോത്തിനെ ഓടിച്ചതുപോലുള്ള നായയുടെ കുര കേൾക്കുന്നുണ്ട്. പക്ഷേ തെരുവുനായാണോ വീട്ടിലെ നായാണോ? മേഘന മുരളി വാർത്തയുടെ വിവരങ്ങൾ ചേർന്നു. മേഘന, ഇത് പേട്ടയിൽ എവിടെയാണ്? ലാസ്റ്റ് കാട്ടുപന്നിക്ക് എന്ത് സംഭവിച്ചു? ഹാഷ്മി, ആദ്യം തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ മലയോരത്ത് നടന്ന ആളുകൾക്ക് ഇത് അത്ര കൗതുകമുള്ള കാര്യമല്ല. പക്ഷേ നഗരത്തിൽ കാട്ടുപന്നി ഇറങ്ങിയത് തന്നെയാണ് ഇതിന്റെ ഗൗരവം കുറച്ചുകൂടി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. പേട്ട, അതായത് നഗരത്തിനൊത്ത നടുക്ക് ഭഗത് സിംഗ് റോഡിലാണ് കാട്ടുപന്നി കഴിഞ്ഞ ദിവസം ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. അതിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നായകൾ കുരക്കുന്നു. അങ്ങനെയാണ് പ്രദേശവാസികൾ, അതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, അങ്ങനെയാണ് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷം നോക്കിയപ്പോഴാണ് ഈ കാട്ടുപന്നിയെ കാണുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ പ്രദേശവാസികൾ പോലീസിനെയും അതുപോലെ തന്നെ വനം വകുപ്പിനെയും അറിയിച്ചിട്ടുണ്ട്. വനം വകുപ്പ് ഒരു പരിശോധന നടത്തി. പക്ഷെ പിന്നീട് ഈ കാട്ടുപന്നിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. തിരിച്ച് കാട് കയറി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അത് പ്രദേശത്തുള്ളവർക്ക് ഒരു ആശങ്ക ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഹാഷ്മി, കാട് കയറിയോ എന്നുള്ള കാര്യത്തിൽ അതിനെ കണ്ട അച്ചട പാവം തോന്നുന്നു. എനിക്ക് തോന്നി. പക്ഷെ ഇപ്പൊ മേഘന അങ്ങനെ തോന്നാൻ പാടില്ല. അങ്ങനെ ഇരുന്നാലും അവൻ ഭീകരനാണ്, കൊടുംഭീകരനാണ് അവൻ. മൊത്തം നശിപ്പിക്കും അവിടെ. കൃഷി കപ്പയൊക്കെ എന്ന് പറഞ്ഞാൽ ചുമ്മാ കുത്തി മറിച്ചും കിട്ടും. എന്നാൽ കഴിച്ചിട്ട് പോകത്തില്ല. ചേന, ചേമ്പ്, സകല സാധനം കുത്തി മറിച്ചിട്ട് പല പീസാക്കിയിട്ട് അങ്ങ് പോവാ. കഴിക്കാനാണെങ്കിൽ കഴിച്ചിട്ട് പോക്കൂടെ? ഇങ്ങനെ ഇളക്കിയിട്ട് പോകേണ്ട കാര്യമുണ്ടോ? മേഘന മുരളിയാണ് അപ്പോൾ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.